KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് താങ്കളാണ്. 29 വർഷം തുടർച്ചയായി. കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മന്ത്രിയും MP-യും ഒക്കെ ആയി പോകുമ്പോഴും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നു എന്നതൊരു നല്ല കാര്യമല്ല, ആശ്വാസം നൽകുന്ന ഒരു കാര്യമല്ല. എങ്ങനെ താങ്കൾ അതിനെ നേരിട്ടു? വലിയ ദുഃഖവുമായിരുന്നു. പലപ്പോഴും അത് മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു MP ആയപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ടൊന്ന് ഒതുങ്ങി. കാര്യം എനിക്ക് ഒരു നല്ല സീറ്റ് കിട്ടുന്നില്ല. എപ്പോൾ ചോദിച്ചാൽ ഇപ്രാവശ്യത്തെ സ്ഥിതി പറയട്ടെ, ആരും അറിയാത്ത രഹസ്യവും പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് വയനാട് സീറ്റ് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ലീഡർഷിപ്പ് എന്നോട് പറഞ്ഞു കോഴിക്കോട് മത്സരിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ. പാലക്കാട് DCCയെ കൊണ്ട് ലീഡർഷിപ്പ് എന്നോട് സംസാരിപ്പിച്ച് പാലക്കാട് മത്സരിക്കാൻ. ഞാൻ പറഞ്ഞു നോ. പ്രധാന നേതാക്കൾ എന്നോട് പറഞ്ഞു ആലപ്പുഴ എൻ്റെ ഹോം, അവിടെ മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ. ആറ്റിങ്ങൽ പറഞ്ഞു, കൊല്ലം പറഞ്ഞു. അപ്പോൾ വയനാട് മാത്രം പറയുന്നില്ല. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് വയനാട് പറയുന്നില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിനുത്തരവില്ല. അപ്പോഴും എനിക്ക് ചിലപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ചിലപ്പോൾ ഈ ഏത് സീറ്റിലും ചിലപ്പോൾ ജയിച്ചേനെ. ഞാനൊരു തീരുമാനം ആദ്യമായിട്ട് ജോണി എടുത്ത്, എനിക്ക് വേണ്ടി എടുത്ത തീരുമാനം. മറ്റേത് ലീഡർ പറയും ഒരിക്കലും ജയിക്കാത്ത, സ്വാതന്ത്ര്യത്തിന് ജയിക്കാത്ത വയനാട് വടക്കേക്കര ഷാജി പോയി മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി മത്സരിക്കും. പട്ടാമ്പി 4 ഇലക്ഷൻ കണ്ടിന്യൂസ് തോറ്റു. 5ാമത് ഷാനവാസ് പോയി നിൽക്കാൻ പറഞ്ഞു. അവിടെ 4500 വോട്ടിന് തോറ്റു. പിന്നെ ഈ ആർക്കും വേണ്ടാത്ത സീറ്റ് എന്ന് പറഞ്ഞ് ചിറയൻകീഴ് പോയി മത്സരിച്ച് തോറ്റു. ഞാൻ പറഞ്ഞു വയനാടില്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി പിടിച്ച്. പക്ഷേ അവസാനം എല്ലാ ലീഡേഴ്സും ഇത് വന്ന് പ്രവർത്തകർ വയനാടിൻ്റെ എൻ്റെ വിജയം മനസ്സിലാക്കണം. 1,54,000 വോട്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലോ. എല്ലാ 56 പഞ്ചായത്തിലും ചരിത്രത്തിൽ ആർക്കും ഇന്ദിരാഗാന്ധി മരിച്ചിട്ടും കിട്ടാത്ത ഭൂരിപക്ഷം എനിക്ക് കിട്ടി. ഇന്ദിരാഗാന്ധിയുടെ മരണസമയത്തും കിട്ടാത്ത ഭൂരിപക്ഷം എനിക്ക് കിട്ടി. രാഷ്ട്രീയ ജീവിതത്തിൽ ഇങ്ങനെ തുടരെ തിരിച്ചടികൾ ഉണ്ടായ സമയത്ത് താങ്കൾ സ്വയം ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ്? ഐ ആം എ ബോൺ ഫൈറ്റർ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. ഇടയ്ക്കൊരു ഘട്ടം അറിയാമോ? ഇടയ്ക്കൊരു ഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തൽവാദം കഴിഞ്ഞ് ജോണിക്ക് അറിയാമല്ലോ, പോയ സമയത്ത് ഒരു ദൗർഭാഗ്യപരമായ നിമിഷത്തിൽ രമേശും കാർത്തികനും കരുണാകരനുമായിട്ട് കോംപ്രമൈസ് ചെയ്തു. ശ്രീ AK ആൻ്റണിയും കരുണാകരനും ആയിട്ട് കോംപ്രമൈസ് ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഒറ്റയാനായി ടൗൺ ഹാളിൽ കൺവെൻഷൻ വരുമ്പോൾ ഏറ്റവും ബാക്ക് റോയിൽ പോയി ഞാൻ ഇരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. കാരണം എന്നോട് സംസാരിക്കാൻ പോലും ആൾക്കാർക്ക് ഭയമായിരുന്നു. അങ്ങനെ വന്ന് കുറേ കാലം ആരുമില്ല. അന്നും എനിക്കൊരു ലൈഫ് ആൻ്റണി തന്നു. 1.5 കൊല്ലം എന്നോട് ആരും സംസാരിക്കില്ല. ഒരു ദിവസം ആൻ്റണിയുടെ ഫോണാണ്, എനിക്ക് കാണണം, കോഴിക്കോട് വരണമെന്ന്. അവിടെ വന്നിട്ടാണ് ആൻ്റണി എന്നെ 1.5 വർഷത്തിന് ശേഷം എന്നെ ഉൾക്കൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. താങ്കളുടെ വിധേയത്വം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയേക്കാൾ, രമേശ് ചെന്നിത്തലയേക്കാൾ ആൻ്റണിയോടാണ്. ഉമ്മൻചാണ്ടിയോട് രമേശിനോട് എനിക്ക് ഒരു വിധേയത്വമില്ല, AK എന്നോട് മാത്രം. ഉമ്മൻചാണ്ടി രമേശിനെ ഞാൻ സ്നേഹിക്കുന്നു, അവർ എൻ്റെ ലീഡേഴ്സാണ്, അവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ വേറൊരു രീതിയിൽ ഞാൻ കാണുന്നത് AK ആൻ്റണി എന്ന മനുഷ്യനില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശും കേരളത്തിൻ്റെ കോൺഗ്രസ്സിന് പറ്റിയ നേതൃത്വമല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലെ നല്ലൊരു കോമ്പിനേഷൻ, ഇപ്പോൾ ആ കോമ്പിനേഷനെതിരായിട്ട് പലരും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരർത്ഥവുമില്ല. അവർ ചെയ്യുന്ന പോലത്തെ പ്രവർത്തനവും ഈ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന സേവനവും അവരെ മാറ്റി ഒരാൾ വെക്കാനില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്ന് KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയും പാർട്ടി ലീഡർ എന്ന രീതിയിൽ ഉമ്മൻചാണ്ടിയും ആ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് ആർക്കും സാധ്യമല്ലാത്ത രീതിയിൽ അവർ എസ്റ്റാബ്ലിഷ്ഡാണ്. അതുപോലത്തെ സേവനമാണ് അവർ. അടുത്ത ഇലക്ഷൻ നമുക്ക് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത് ഈ കോമ്പിനേഷൻ. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് നല്ല സാധ്യതയുണ്ട്. പക്ഷേ വിചാരിക്കാത്ത പല പ്രശ്നങ്ങളും ഇപ്പോൾ UDF നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? ഇതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിയുമോ? കേരളത്തിലെ പ്രതിപക്ഷത്തിന്, ഉമ്മൻചാണ്ടി രമേശ് നയിക്കുന്ന പ്രതിപക്ഷത്തിനെ പറ്റിയ ഏക അബദ്ധം, ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബലൂണാണ് VS അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ ചെയ്ത ഒരു പ്രവർത്തനം മാർക്സിസ്റ്റ് പാർട്ടി ഞാൻ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത പാർട്ടിയാണ്. പിണറായി വിജയനോട് യാതൊരു വിധത്തിലും അംഗീകരിക്കാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തനം ഞാൻ. പക്ഷേ ആ ഒരു പാർട്ടിക്കൊരു സ്ട്രക്ചറുണ്ട്, ഒരു പാർട്ടിക്കൊരു ലൈനുണ്ട്. അതിനേക്കാൾ മേലെയാണ് താൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അച്യുതാനന്ദൻ നടത്തിയ സർക്കസുകൾ. അത് കണ്ട് സന്തോഷിച്ച് അച്യുതാനന്ദനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം എടുത്തതാണ് ഈ അവസാന കാലഘട്ടത്തിൽ തിരിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇത് തന്നെ മലപ്പുറം പൊളിറ്റിക്സിലുണ്ടായി.
മുസ്ലിം ലീഗിന് ഇടയ്ക്കൊരു ക്ഷീണം ഉണ്ടായി. ലീഗ് എപ്പോഴും അന്തസ്സുള്ള ഒരു പാർട്ട്ണറാണ് UDF-ൻ്റെ. ലീഗിന് ക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞ് ലീഗ് മടങ്ങി വരുന്നു. എന്താ ജോണി മടങ്ങി വരാനുള്ള കാരണം? ഒന്ന്, അവരുടെ കേഡേഴ്സ്. ഞാൻ മലബാറിലായതുകൊണ്ട് എനിക്കറിയാം, വളരെ ശക്തമായ കേഡേഴ്സ്. അവരുടെ യൂത്ത് ലീഗ്, അതിൻ്റെ MSF വേറെ നമുക്ക് ഒരു അസൂയ വരത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ആ പണ്ടുണ്ടാക്കിയ കഥകളൊക്കെ പോയ ഘട്ടത്തിലാണ് ഇന്ത്യ വിഷനിൽ ഇത് വന്നത്. ഈ ഒരു പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗൂഢാലോചന കോൺസ്പിറസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എനിക്കൊരു അഭിപ്രായം വന്നിരുന്നു, അവിടെയും ഈ അച്യുതാനന്ദനെ പോലെ തന്നെ പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വം മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുണ്ട് എന്ന് അറിയാതെ ഒരു തെറ്റിദ്ധാരണയിൽ ശ്രീ മുനീർ അകപ്പെട്ടു പോയ പോലെ എനിക്ക് തോന്നുകയുണ്ടായി. CH വേർപ്പൊഴുക്കിയ ഒരു പ്രസ്ഥാനത്തെ ഒരു സന്നിഗ്ധ ഇലക്ഷൻ്റെ ഒരു മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിലാക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ വരുന്നത് നിയന്ത്രിക്കുവാൻ മുനീറിന് കഴിയണമായിരുന്നു. Different people, one home. ManoramaOnline.com, your home